ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ സ്ത്രീ ബഹുമാനത്തിന് അർഹയാണെന്ന് ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരുഷനോടൊപ്പം എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ക്രിസ്തീയ വിശ്വാസം സ്ഥാനം കൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷ പ്രഘോഷണ മേഖലയിലും അനേക സ്റ്റേജുകളിൽ ശക്തമായി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന നന്ദിനി ചേച്ചിയെ ഷെക്കേന ടെലിവിഷൻ്റെ തീ പിടിച്ചവർ എന്ന ശുശ്രൂഷയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോട് സംസാരിച്ച ജോയ്ക്കുട്ടി ബ്രദറിൻ്റെ സഹധർമ്മിണി നന്ദിനി ചേച്ചി, സ്വാഗതം. താങ്ക് യു. നമ്മുടെ തീ പിടിച്ചവർ എന്ന ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് ഒരു സഹോദരി ഈ ശുശ്രൂഷയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കടന്നു വരുന്നത്. വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഈ നന്ദിനി ചേച്ചി എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്കും പിന്നീട് ശുശ്രൂഷ മേഖലയിലേക്കൊക്കെ കടന്നു? ഒരു വലിയ സാക്ഷ്യം ഉണ്ടെന്നറിയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന്. ഷെക്കേന ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ബ്രദറിനും യേശുനാമത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നതിന് ദൈവത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും ഈശോയ്ക്കും നന്ദി. ഞാൻ സത്യത്തിൽ ഇങ്ങനെയൊന്നും ആകണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല. ഇതൊന്നും എൻ്റെ പദ്ധതിയല്ലല്ലോ. ബൈബിളിൽ പറയുന്ന പോലെ, ജെറമിയയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ ഒന്നും നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ചുള്ള ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ് ദൈവം നിറവേറ്റിയിരിക്കുന്നത്. കാരണം ഞാൻ യേശു വിശ്വാസത്തിലേക്ക് തന്നെ കയറി വന്നതല്ല, എൻ്റെ അച്ഛൻ മുഖാന്തരമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ യേശു വിശ്വാസം വരുന്നത്. കാരണം എൻ്റെ അച്ഛൻ ജനിച്ചിട്ട് ഒരു 6 മാസമായപ്പോൾ പിള്ളവാതം എന്ന് പറഞ്ഞ രോഗം വന്നു അച്ഛന്. ഈ പിള്ളവാതം എന്ന് പറഞ്ഞ രോഗം വന്ന് അച്ഛൻ്റെ കാല് രണ്ടും തളർന്നു ഇറക്കി കീഴ്പോട്ട്. മുത്തശ്ശനൊരു കളരിയൊക്കെ ഉണ്ടായിരുന്ന ആശാനായിരുന്നു. എൻ്റെ അച്ഛനെയും കൊണ്ട് എന്നും ഈ കളരിയിലോട്ട് വരുവും അവിടെ കിടത്തും. ഇഴഞ്ഞ് നടക്കുകയുള്ളൂ. അന്നത്തെ അവസ്ഥ അനുസരിച്ച് ഇഴഞ്ഞ് നടക്കുക. 7 വയസ്സായ കൊച്ചെന്ന് പറയുമ്പം കണ്ടവർക്കുള്ളൊരു സഹതാപത്തിൽ മലയാറ്റൂരൊക്കെ പോകുന്ന, പ്രത്യേകിച്ച് പാവർട്ടി ഭാഗത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീട്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ ഈ പാലയൂരൊക്കെ തോമാശ്ലീഹ വന്നതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം എൻ്റെ മുത്തശ്ശനോട് ഇങ്ങനെ എൻ്റെ അച്ഛനെ മലയാറ്റൂർ മലയെ കൊണ്ടുപോവുകയാണെങ്കിൽ, മല കയറി കൊണ്ടുപോവുകയാണെങ്കിൽ കൊച്ചു നടക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ നിർബന്ധം, ചില ശിഷ്യന്മാരൊക്കെ അത് പറഞ്ഞു. അങ്ങനെ അവരുടെയും കൂടെ ഒരു താല്പര്യപ്രകാരമുണ്ട് മുത്തച്ഛൻ എൻ്റെ അച്ഛനെ 7ാമത്തെ വയസ്സിൽ മലയാറ്റൂർ കൊണ്ടുപോയി. മലയാറ്റൂർ വെച്ച് എൻ്റെ അച്ഛൻ നടന്നു. അതൊരു വലിയൊരു അത്ഭുതമാണ്. കാരണം ഇപ്പം നമ്മൾ പറയും ഇവിടെ കരിസ്മാറ്റിക്കാരാ രോഗശാന്തി നടത്തുന്നതെന്ന് പറയും. ഞാൻ ഒരു കരിസ്മാറ്റിക്, 2 കാലും തളർന്നു പോയ ആള് 7ാമത്തെ വയസ്സിലാ കുഞ്ഞ് മലയാറ്റൂർ മലയിൽ, അത് തോളെ വെച്ച്, അന്ന് ബസ്സൊന്നും ഇല്ലേ, നമ്മുടെ നാട്ടിൽ ബസ്സുണ്ടോ? ഇല്ല, ബസ്സും കാറും ജീപ്പും ഓട്ടോറിക്ഷയൊന്നും ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം. നടന്നാണ് ഇവിടുന്ന് പോണത്. എന്നിട്ട് അവിടെ ചെന്ന് മലയാറ്റൂർ മലയിലെത്തി നടന്ന് മടുത്ത് തോളേന്ന് എൻ്റെ മുത്തച്ഛൻ അച്ഛനെ ഒരു തോർത്ത് വിരിച്ച് അതിലോട്ട് കടത്തുകയും ആ മലയാറ്റൂർ മലയിൽ വെച്ച് എൻ്റെ അച്ഛൻ്റെ കാലുകൾ ബലപ്പെട്ടു നടന്നതാണ്. ഇച്ചിരി ചട്ടുണ്ട്, ഇപ്പോൾ മരിക്കുന്നോടം വരെയും ഇച്ചിരി ചട്ടുണ്ടായിരുന്നെങ്കിലും നല്ല ആരോഗ്യവും കഴിവും എല്ലാം എല്ലാ കാര്യവും വലിയ അത്ഭുതമുള്ള ചേച്ചി. മലയാറ്റൂർ മലയുടെ മുകളിൽ വെച്ച് 2 കാലം തളർന്നു പോയ ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നടന്നൊക്കെ പറയുമ്പോഴേ, അത് ഞാനത് പ്രസംഗത്തിൽ പറഞ്ഞിട്ട് എൻ്റെ ബ്രദറെ മാവേലിക്കര വെച്ചിട്ട് ഞാനത് പ്രസംഗത്തിൽ പറഞ്ഞു. മാവേലിക്കര ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോളമ്മ എന്ന് പറഞ്ഞൊരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എൻ്റെ പൊന്നി ചേച്ചി, ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കൊച്ചു ഇതുപോലെ തന്നെ തളർന്നതായിരുന്നു. ഒരു വള്ളം തുഴയുന്ന ഒരു വിജാതീയനായ സഹോദരനാണ് ഞങ്ങളുടെ അമ്മാമ്മയോട് ഇങ്ങനെ മലയാറ്റൂർ പോയ കൊച്ചു നടക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ നടന്നൊരു കൊച്ചിനെ അന്നത്തെ കാലത്ത് മലയാറ്റൂരുണ്ട്, ആ കൊച്ചു നടന്നെന്ന് ഞാൻ മാവേലിക്കര പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അച്ഛൻ വളരെ ചെറുപ്പത്തിലെ യേശു വിശ്വാസത്തിലേക്ക് വന്നു. യേശു എന്നല്ല അച്ഛൻ പറഞ്ഞു, തോമാലീശോ എന്നാ പറയുക. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ചു കഴിഞ്ഞ് നോക്കുന്നതെല്ലാം യേശുവിൻ്റെ പടം, തിരുഹൃദയം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തിരുക്കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ഗീവർസുന്യാളിൻ്റെ ഒരു ഫോട്ടോ, അതുപോലെ മാതാവിൻ്റെ ഒരു ഫോട്ടോ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഞങ്ങൾ കണ്ണു തുറന്ന് കണ്ട ദൈവം എന്ന് പറഞ്ഞാൽ അതാ. അപ്പം മാമോദീസ ഒന്നും സ്വീകരിച്ചില്ലെങ്കിൽ പോലും വളരെ കുഞ്ഞുനാളിൽ മുതലേ ഒരു ക്രിസ്തീയമായ ഒരു ഫെയ്ത്ത് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കണ്ണോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ പുലിരാമ്പാറ എന്ന സ്ഥലത്താണ്. മഞ്ഞുവൽ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ഞങ്ങളുടെ അവിടെ ഒരു കണ്ണോം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വലിയ പള്ളിയാണ്, ഭയങ്കര അത്ഭുതം നടക്കുന്ന പള്ളിയാണ്.
എൻ്റെ അമ്മ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ അമ്മയും അച്ഛനും കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 4 മക്കളായിരുന്നു ഞങ്ങൾ. ഈ 4 മക്കളെയും അമ്മ ഈ പ്രസവിച്ച അമ്മ കുറച്ച് നടക്കാറൊക്കെ ആയി എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി അടിമ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമർപ്പിച്ച്. അതിൻ്റെ ഒരു ഗുണമൊക്കെ ആയിരിക്കും കാലാന്തരത്തിൽ ഞാനൊരു സുവിശേഷകയായി മാറിയത്. ആ കഥ കേൾക്കാനാണ് നമ്മുടെ പ്രേക്ഷകർ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരിക അത്ര സ്വാഭാവികമല്ല. പക്ഷെ അതും ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ചേച്ചി എങ്ങനെയാണ് ഈ ശുശ്രൂഷ രംഗത്തേക്കൊക്കെ വരുന്നത്? അല്ലെങ്കിൽ ഒരു ശരിയായ ദൈവാനുഭവം എങ്ങനെയാണ് ഉണ്ടായത്? ശരിയായ ദൈവാനുഭവം എന്ന് പറയുമ്പം ഞാൻ പഠിച്ചു, ജോലിയൊക്കെ ആയി, എൻ്റെ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു അഫയറിൽ പെട്ട് എൻ്റെ വീട്ടുകാർ അവർക്കൊന്നും അപ്പം അതിനെപ്പറ്റി അറിയാൻ പാടില്ല. പക്ഷേ എനിക്കത് മാനസികമായ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു. അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചില്ല, വേറൊരു പെണ്ണെ കിട്ടുന്നെന്നൊക്കെ അറിഞ്ഞപ്പോൾ മാനസികമായി തകർന്ന് അങ്ങനെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു? ആത്മഹത്യക്ക് പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു. ഞാൻ വീട്ടുകാരോടും പറയുമായിരുന്നു ഞാൻ ജീവിക്കാലെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ ജോലിയുണ്ട്, ഞാൻ പഠിച്ചു, ലാബ് ടെക്നീഷ്യനായി. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു. ഒരു പ്രാവശ്യം ഞാൻ മാനസികമായി തകർന്ന് ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നുള്ളൊരു സ്റ്റേജ് വന്നന്ന് കെട്ടിത്തൂങ്ങി ചാകാനൊക്കെ തീരുമാനമെടുത്ത് മരത്തെ കയറി. അപ്പം എൻ്റെ അമ്മയും ചേച്ചി മരത്തെ കയറുന്ന ഞാനിപ്പോഴാണ് എൻ്റെ ബ്രദറെ ഞാൻ വണ്ണം വെച്ചത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വർഷങ്ങൾക്ക് എൻ്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ സ്റ്റിറോയിഡ് കുത്തിവെക്കേണ്ടി വന്നു. പിന്നെ എല്ലാ അസുഖങ്ങളും എന്ത് പ്രശ്നമാണ് സ്റ്റിറോയിഡ് കുത്തിവെച്ച് അങ്ങനെയാണ് ഞാൻ ഇച്ചിരി വണ്ണമായത്. പണ്ട് ഞാൻ പെൻസിൽ പോലെ ഇരുന്നു. എന്നെ അറിയാവുന്ന കേരളത്തിലെ ഒരുവിധപ്പെട്ട ധ്യാനം കൂടിയ ആളുകൾക്ക് 90കളിൽ മുതൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് എൻ്റെ നാട്ടിലൊക്കെ മരം കയറുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം നാട്ടിൻപുറമൊന്നുമല്ല, മല ഏരിയ അല്ലേ. അപ്പം കന്നാലിക്ക് ചവറ് വെട്ടാനോ അല്ലെങ്കിൽ ചക്ക ഇടാനോ എന്തിനായാലും ആണോ പെണ്ണെന്നൊന്നും നോട്ടമൊന്നുമില്ല. പറ്റുന്നവരൊക്കെ കയറി ചെയ്യുക എന്നുള്ളതല്ലാതെ മരം കയറി മരത്തേന്ന് ദൈവത്തിൻ്റെ ഒരു സ്വരം ഞാൻ കേട്ടു, നീ എന്തിനു മരിക്കണം, നീ മരിക്കാനുള്ളതല്ല, എനിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ കേൾക്കാനൊരു കാരണമുണ്ട്. വചനം പറയുന്നുണ്ടോ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പോസ്തല പ്രവർത്തനം 16:31 നമുക്കറിയാവുന്ന വചനമാണ്. എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ ഈ സംഭവം നടക്കുന്ന അന്ന് ഞങ്ങളുടെ അവിടെ അടുത്ത് ഒരു കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഈവനിങ് കൺവെൻഷൻ ഉണ്ട്. നമ്മുടെ കുളത്തുവയൽ ധ്യാനമന്ദിരം ഉണ്ടല്ലോ, അവിടുത്തെ സീജ വർക്കിച്ചൻ അന്ന് വലിയ ധ്യാനഗുരുവാണ്. അപ്പോൾ ആ ധ്യാനമന്ദിരം ഉണ്ട് അവിടെ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഈവനിങ് കൺവെൻഷൻ കോടഞ്ചേരി പള്ളിയിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്നുള്ള എല്ലാ ക്രിസ്ത്യാനികളും പോയി കൊടുത്ത് എൻ്റെ അമ്മയും ചേച്ചിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. ഞാനിങ്ങനെ മാനസികമായി തകർന്ന് നടക്കുവാണല്ലോ. അവർ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഈ ധ്യാന ശുശ്രൂഷ സമയത്ത് ബഹുമാനപ്പെട്ട സീജ വർക്കിച്ചൻ, ഇപ്പം അച്ഛൻ ദൈവസന്നിധിയിലാണ്, അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ ശാന്തി നേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുക സാക്ഷ്യം. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരമ്മ ഒരു വിജാതിയായ ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. കർത്താവ് ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് മകളുടെ ജീവനെ രക്ഷിക്കുന്നുവെന്ന് അച്ഛൻ അത് അവിടെ പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും അറിയാം. ഞാൻ പല പ്രാവശ്യം സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചതും ഒക്കെ അവർക്ക് അറിയാവുന്ന, എൻ്റെ കയ്യിൽ നിന്ന് വിഷമൊക്കെ അവർ പിടിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ എനിക്ക് ക്ലിനിക്കുണ്ടല്ലോ, അവിടെ നിന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മാനസികമായിട്ട് തകർന്ന് ഇനി ഈ നാളത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. വന്നു ഞാൻ ഉടുത്ത സാരി തന്നെ അഴിച്ച് എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ ഒരു കശുമാവേ കയറി അത് കെട്ടിത്തൂങ്ങി അവിടെ ചാകാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ എടുത്ത് ചാടി. ആ സ്പോട്ടിൽ ദൈവം എന്നോട് എൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ദൈവം എന്നോട് ദൈവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ദൈവമായിട്ടൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ദൈവം എന്നോട് അതുവരെ മിണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാനൊരു പുരുഷൻ്റെ സ്വരമാണ് കേട്ടത്, നീ എന്തിനു മരിക്കണം, നീ എനിക്ക് വേണ്ടി ജീവിക്കുക. ആ സാരി കെട്ടി ഞാൻ ചാടിയെങ്കിലും ഞാൻ അവിടെ തൂങ്ങിക്കിടന്ന് മരിക്കാനിടയാതെ ഒരു മരത്തിന് അവിടെ നിന്ന് തന്നെ ഒരു എന്നാ പറയുക, ആ ചാട്ടത്തിൽ തന്നെ തെറിച്ച് വീഴുന്നത് പോലെ ഞാൻ സാരിയുടെ ഒരു മരത്തെ കെട്ടിയ ഭാഗം അഴിഞ്ഞുപോയി. അങ്ങനെ ഞാനൊരു മരത്തിൻ്റെ ചോട്ടിൽ പോയി ബോധം കെട്ടുപോയി. എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ വന്നപ്പോൾ കാണുന്ന എന്നതാ ബോധമില്ലാതെ കിടക്കുന്ന എന്നെ. സാരി ശരിക്കും മുറുകി എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയായിരുന്നു. നമുക്കറിയാലോ, ശ്വാസമൊക്കെ മുട്ടി അങ്ങനെ ഒരു അനുഭവത്തിലൂടെ വീഴുന്നതേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ നമുക്ക്. ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ അനുഭവമാണ്. ഞാൻ മരിച്ചെന്ന് വിചാരിച്ച ബോധം കെട്ടാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ഈ സ്വരം കേൾക്കുന്നത് തന്നെ. അമ്മയും ചേച്ചിയൊക്കെ വന്നപ്പോഴത്തേനും ഞാനിങ്ങനെ കുഴഞ്ഞു കിടക്കുക. അവരെന്നെ പൊക്കി ആശുപത്രി കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ദൈവം സംസാരിച്ചിട്ടുണ്ടോ ജീവനെ രക്ഷിക്കുന്നുവെന്ന്.
അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയില്ല. അവരെന്നെ വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തു. ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ കർത്താവിൻ്റെ സാക്ഷിയാകണം, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പറ്റി, നീ ചാവുമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവെന്നൊന്നും പറഞ്ഞിട്ട് എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കർത്താവിനെ വിളിക്കുന്നില്ലല്ലോ, അതാ എൻ്റെ കാര്യം. അന്ന് ജീവൻ രക്ഷപ്പെട്ടു. അന്ന് ജീവൻ രക്ഷപ്പെട്ടു. പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചില്ല. പിന്നെ ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട കാര്യം വന്നില്ല. കർത്താവിൻ്റെ സ്വരം കേട്ടു. ഉവ്വ. ഇത് വാസ്തവത്തിൽ ചേച്ചി, ഇത് വളരെ നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് അല്ലെ കുറച്ചുകൂടെ കൃത്യതയോടെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഒരുപക്ഷെ ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകർ ആരും തന്നെ ഇങ്ങനെ ഒന്നും ചെയ്യുന്ന, പക്ഷേ ലോകത്തിൽ ഒരുപാട് പേര് നമ്മൾ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. പല പെൺകുട്ടികളുമൊക്കെ പ്രേമനൈരാശ്യമൊക്കെ മുഖത്ത് ആത്മഹത്യ ചെയ്യുന്ന കഥകളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇതിലൂടെ അവരോടൊക്കെ കർത്താവ് സംസാരിക്കുന്ന ഒരു ദൂതുണ്ട്. എന്താ അത്? നീ ആത്മഹത്യ ചെയ്യണ്ട, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, അല്ലേ? ഉവ്വ ഉവ്വ. പൗലോസ്ലീഗയുടെ അനുഭവത്തിൽ പറയുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിലെ പറയുന്നത്, അവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹം തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പം പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നീ സാഹസമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ പോലെ സാഹസം കാണിക്കാനിരിക്കുന്നവരോടുള്ള കർത്താവിന്റെ ഒരു ദൂതാണിത്. സാഹസം കാണിക്കാതിരിക്കുന്നവർക്കോട് കർത്താവ് പറയുന്നത് എന്താ? നീ സാഹസം കാണിക്കണം, നിനക്ക് വേണ്ടി ഒരു നല്ല പദ്ധതി. ഞാനന്ന് സത്യത്തിൽ ഒരു പ്രേമനൈരാശ്യം മൂലമാണ് ഞാൻ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിൽ ദൈവം എന്നെ എനിക്ക് ഒരുക്കിയ പദ്ധതി എന്താ? നല്ല സുവിശേഷകനായ, കള്ളുകൂടിയില്ലാത്ത, വീഡിയോലിയില്ലാത്ത, ഒരു തരം പോക്കൃത്തരത്തിനും പോകാത്ത ഒരാളെ ദൈവം എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ കണ്ടുപിടിച്ച ആൾ അങ്ങനത്തെ ആളല്ലായിരുന്നു. ദൈവം എനിക്ക് അത്ര നല്ലൊരാളെ സെലക്ട് ചെയ്ത് വെച്ചതിന് ഞാൻ കെട്ടിത്തൂങ്ങിയാൽ ദൈവം എന്നെ മരണത്തിന് വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കുകയല്ല. അത് മാത്രമല്ല ചേച്ചി, നമ്മൾ 10,000-ങ്ങളിൽ അതിസുന്ദരനായ ഒരു കാന്തൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ആരാ? നമ്മുടെ കർത്താവ്. അതെ അതെ. അങ്ങനെ ഒരു കാന്തൻ നമുക്കുള്ളപ്പോൾ നമ്മൾ ഇവിടെ ആരുടെയെങ്കിലും സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ടാധീനം കാണിച്ചാൽ അത് ലോകത്തിലേക്കും വെച്ചും ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയായിപ്പോവും. എൻ്റെ അനുഭവം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഒരു അനുഭവത്തിലൂടെ വന്നയാളായതുകൊണ്ട് പലരും എന്നോട് കളിയാക്കിയാണെങ്കിലും പറയാറുണ്ടായിരുന്നു, ഓ നന്ദിനി നീ കെട്ടിത്തൂങ്ങിട്ട് നീ ചത്തില്ലല്ലോടി എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ പിന്നീട് എങ്ങനെയാണ് ഈ ചേച്ചി ധ്യാനം കൂടി ഈ ശുശ്രൂഷ മേഖലയിലേക്കൊക്കെ വന്നത്? എൻ്റെ നാട്ടിൽ അതിന് ശേഷം, ഈ സംഭവത്തിനൊക്കെ ശേഷമേ, കോടഞ്ചേരിയിലെ കൺവെൻഷൻ CJ വർക്കിച്ചനായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ കൺവെൻഷൻ 90 ലാസ്റ്റ് ഡിസംബറിൻ്റെ അവസാനത്തെ, ഡിസംബറിൻ്റെ ക്രിസ്മസിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചൻ നടത്തി. ആ കൺവെൻഷനിൽ എന്നെ ഇവർ ബലമായിട്ട് കൊണ്ടുപോയി. എൻ്റെ വീട്ടുകാർ, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ദൈവമായിട്ടൊരു ബന്ധമോ അല്ല ദൈവത്തോടൊരു പ്രാർത്ഥനയോ ഒന്നുമില്ല. മാനുഷികമായിട്ട് അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അന്നത്തെ കാലത്ത് എനിക്കുണ്ടായിരുന്നില്ല. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു മനോഭാവമായിരുന്നു എനിക്കന്നുണ്ടായിരുന്നത്. ഏതായാലും ആ കൺവെൻഷൻ എന്നെ ബലമായിട്ട് കൊണ്ടുപോയി. കൺവെൻഷൻ്റെ 3-ാം ദിവസമായപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ചൻ, എനിക്ക് അന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഇന്ന് എനിക്കത് ദൈവത്തിൻ്റെ വലിയ പരിപാലനം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛനിങ്ങനെ രോഗശാന്തി പ്രാർത്ഥനയൊക്കെ നടത്തി, അച്ഛനിങ്ങനെ രോഗശാന്തിയുടെ പ്രാർത്ഥന ഇടയ്ക്ക് ഇങ്ങനെ പറയുക, ആത്മഹത്യ ചെയ്യാൻ മരത്തിൽ കയറിയിട്ട് കർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഒരു മകൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. മകള് ഞാൻ ഉടുത്തിരുന്ന ഒരു ആഷ് കളർ സാരിയായിരുന്നു അന്നേ. ഒരു ആഷ് കളർ സാരിയാണ് ഉടുത്തിരിക്കുന്നത് എന്ന് അച്ഛൻ അനൗൺസ് ചെയ്തു. ഇപ്പം വന്നിരിക്കുന്ന ഒരു ആഷ് കളർ സാരി ഉടുത്തിട്ടാണെന്ന് അച്ഛൻ അനൗൺസ് ചെയ്തു. അച്ഛനെ ഒരുപാട് രോഗശാന്തി പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ആ കൂട്ടത്തിൽ ഒരെണ്ണമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മരത്തെന്ന് കേട്ടൊരു സ്വരം എന്ന് പറഞ്ഞാൽ, ആ സ്വരം എന്നോട് വളരെ സ്വീറ്റ് വോയിസിൽ, അന്ന് ഞാൻ ഭയങ്കര ഹാർഡ് വോയിസിലാണ് കേട്ടോ, ഭയങ്കര ശോഭിക്കുന്ന സ്വരം, നീ എന്തിനു മരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാനത് കേട്ടതെങ്കിൽ കൺവെൻഷൻ സ്ഥലത്ത് വെച്ചിട്ട് പറയാം, അത് നീയാണ് എനിക്ക് സാക്ഷിയാവുക. അങ്ങനെ 1-2 പ്രാവശ്യം ഈ പൗലോസ്ലീ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അഗ്രിപ്പ രാജാവെ എന്നോട് സംസാരിച്ച ആ സ്വരത്തോട് പിന്നെ മറുതലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അവൻ്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര പേടിയായി. പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ധ്യാനത്തിൻ്റെ സെക്ടറിലാണ് ഞാനിരിക്കുന്നത്. ആ പെണ്ണുങ്ങൾ മാത്രമുള്ള ആ സെക്ടറിലേ, അത്രയും പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്ത് ഈ ആളാരാ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ചുറ്റും നോക്കി കണ്ടില്ല. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെയായിപ്പോയി മാനസികമായിട്ട്. ആകെപ്പാടെ എനിക്ക് എന്തോ സംഭവം വരാൻ പോകുന്നെന്നോ, എന്തോ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്നുള്ള ഒരു ഭീതി എൻ്റെ ഉള്ളിലോട്ട് വന്നു. ഒരു സന്തോഷമൊന്നുമല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഉണ്ടായത്, പേടിയായി. ആരാ എന്നോട് സംസാരിക്കുന്നത്? എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എടി ആരും എന്നോട് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, കർത്താവാ മിണ്ടണ്ടാന്ന്. ചേച്ചി ഭയങ്കര ദൈവാനുഭവമുള്ള ആളാണ്.
എൻ്റെ ചേച്ചിയാണ് എന്നെ സത്യത്തിൽ, എൻ്റെ അച്ഛന് വിശ്വാസമാണെങ്കിലും എൻ്റെ ചേച്ചിക്ക് ഭയങ്കര അവൾ വിശുദ്ധയായൊരു സഹോദരിയാണ് എൻ്റെ ചേച്ചി. അവളെന്നെ വിശ്വാസത്തിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയത്. പിന്നീട് അങ്ങനെ ഈ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടാനുള്ള കാരണം? എൻ്റെ കാരണം ഇത് തന്നെ. ഈ കൺവെൻഷനിൽ ഞാൻ ഈ ബഹളം വെച്ചു, ഭയങ്കരമായിട്ട് ബഹളം വെച്ചു, നിലത്ത് കിടന്ന് ഉരുളും കാറും ഒക്കെ ചെയ്ത് ഈ ഒച്ച കേട്ടിട്ട് എനിക്ക് ആ പേടിയായിട്ടേ. അപ്പോൾ എല്ലാ വോളണ്ടിയേഴ്സും കൂടെ എന്നെ പൊക്കിയെടുത്ത് മാത്യു നായ്ക്കമ്പലച്ചൻ്റെ അടുത്തുണ്ട് തിരുവമ്പാടി കൺവെൻഷൻ വെച്ച്. അച്ഛ ഈ കൺവെൻഷൻ കൂടി പെണ്ണിന് ഭ്രാന്തായി എന്നുള്ള രീതിയിലേ അച്ഛൻ എന്നെ കണ്ടതേ പറഞ്ഞു. എൻ്റെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞു, എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും ടീമങ്ങളും പറഞ്ഞു, ഇത് കണ്ടോ, ഇത് നമുക്ക് രാവിലെ സന്ദേശമായിട്ട് കർത്താവ് പറഞ്ഞ കൊച്ചാ. അപ്പോൾ ചോദിച്ചു എന്നാ കാര്യം. അവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ദൈവം രക്ഷപ്പെടുത്തിയ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പരിപാലനം, ഒരു ശാന്തത, ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. അങ്ങനെ ഞാൻ ഡിവൈനി ധ്യാനിക്കാനായിട്ട് വരുന്നത്. സത്യത്തിൽ ഡിവൈനി 1991 ജനുവരി 19 ഞാൻ ധ്യാനിക്കാൻ വരുന്നത്. ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ധ്യാനം വലിയ അനുഭവമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഇങ്ങനെ ധ്യാനം കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോവും, കേൾക്കാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിറ്റത്തെ ആഴ്ച ധ്യാനം കൂടി കണ്ടിന്യൂസ് ആയി ഒരു 5 ധ്യാനം അങ്ങ് ഡിവൈനിൽ കൂടി വീട്ടിൽ പോകാതെ. അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാബുണ്ട്, ലാബോറട്ടറി ഉണ്ട്, അവിടെ 3 സ്റ്റാഫുണ്ട്, ജോലിയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്നെ ആ ധ്യാനത്തിൽ ദൈവം ഇടയാക്കി. കാരണം എനിക്ക് ബൈബിൾ അറിയാൻ പാടില്ല. തീരുമാനം എടുക്കാൻ ഒരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, എൻ്റെ അടുത്ത് ധ്യാനം കൂടി ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ഹൈറേഞ്ചോ കോതമംഗല ആ ഭാഗത്ത് എവിടെയുള്ളൊരു ചേട്ടത്തിയാണ്. ഈ ചേട്ടത്തി അന്നൊക്കെ തലേ കൈ പ്രാർത്ഥന ഉണ്ടല്ലോ, ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പനക്കിലച്ചൻ, ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറയും തലേ കൈവെക്കാൻ പറയും. ഈ ചേട്ടത്തി പറയും തലേ കൈവെക്കേണ്ട കൊച്ചെ എൻ്റെ മുഴയെ കൈവെക്കാൻ പറയും. കയ്യിലൊരു മുഴ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചേട്ടത്തിക്ക് പേടിയാ. ബോധം കെടുത്തിയിട്ട് ബോധം തെളിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് ചേട്ടത്തി ഓപ്പറേഷൻ തയ്യാറല്ല. അപ്പോൾ മക്കളെല്ലാം കൂടെ ധ്യാനത്തിന് കൊണ്ടുവിട്ടതാ. ചേട്ടത്തി എന്ത് ചെയ്താൽ തലേ കൈവെപ്പിക്കത്തില്ല, മുഴ വെപ്പിക്കത്തുള്ളൂ. എൻ്റെ പൊന്നു ബ്രദറെ, വ്യാഴാഴ്ച ആന്തരിക സൗഖ്യ പ്രാർത്ഥന സമയത്ത് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചേട്ടത്തി എന്നെ കൊണ്ട് മുഴയെ കൈവെപ്പിച്ചു. ആ സൗഖ്യ പ്രാർത്ഥന കഴിയുമ്പോൾ ചേട്ടത്തിയുടെ ഒറ്റ കാർച്ചയാ, കാണാനില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു. ചേട്ടത്തിയുടെ സ്വർണ്ണമാല എങ്ങാനും ആരെങ്കിലും ബുക്കിന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ ചോദിച്ചു എന്നെ ചേട്ടത്തി ചോദിച്ചു പറയാം എൻ്റെ മുഴ കാണുന്നില്ല കൊച്ചേ, എൻ്റെ കയ്യുടെ അടിയിരുന്ന മുഴയാ, ഞാൻ പോലും അറിഞ്ഞില്ല കർത്താവ് എടുത്തുകൊണ്ട് പോയത്. അതെൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് ചലനം ഉണ്ടാക്കി. കാരണം ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് ബ്രദറെ. നമുക്കൊരു രോഗം വന്ന് അതിൻ്റെ ഒരു സ്പെസിമെൻ എടുത്തു, ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നു, അത് ഡോക്ടറിൻ്റെ കൊടുത്തു, ഡോക്ടർ അത് ട്രീറ്റ്മെൻറ്റ് നടത്തി. ചിലപ്പോൾ രോഗി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്കങ്ങനെയല്ല അനുഭവം. അതൊന്നുമില്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഇത്രയും വലിയ മുഴയും മറ്റും ദൈവം ഒറ്റ നിമിഷം മാറ്റം. ഈ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പൊന്നും അല്ലെന്നുള്ളത് സ്വന്തം അനുഭവത്തിലൂടെ എൻ്റെ അനുഭവത്തിൽ ദൈവം എന്നെ കാണിച്ചു തന്നു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ആ സിറിഞ്ച് എടുക്കുകയല്ല, ഇനി ഞാൻ ഈ ലാബ് ടെക്നീഷ്യൻ്റെ പണിക്ക് പോകുന്നില്ല. കാരണം അതിനേക്കാളും വലിയൊരു ഡോക്ടറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുകയല്ലേ. ഏത് നമ്മളെടുക്കും? ഒരു സ്കൂട്ടർ ഓടിച്ച് നടന്ന ആൾക്ക് ഒരു ബുള്ളറ്റ് കിട്ടിയാൽ അവൻ ഏതെടുക്കും? പിന്നെ സ്കൂട്ടർ എടുക്കുമോ? ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനം എടുത്തു. 5ാമത്തെ ധ്യാനത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു ചെന്നു. ആദ്യം എൻ്റെ ക്ലിനിക്കിൽ പോയി, അവിടെ ജോലി ഇരുന്നൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അത് എഴുതി കൊടുത്തു. അതിന് ശേഷം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരിക. ഇനി ഈ ജോലിയേ ഇല്ല, കർത്താവേ നീ ഇനി എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. എൻ്റെ മനസ്സിലൊരു വചനം ഉണ്ടായിരുന്നു ബ്രദറെ. അന്ന് അങ്ങനെ അത്രയും ശക്തമായ ഒരു തീരുമാനം എടുക്കാനും മാത്രമുള്ള പ്രചോദനം എന്തായിരുന്നു? അത് എനിക്കറിയാൻ പാടില്ല. എൻ്റെ കൂടെ ഒരാൾ നടക്കുക. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഒരു എതിർപ്പൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അവരാണല്ലോ എന്നെ വിട്ടത്, അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല. ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ജോലി ഉപേക്ഷിക്കാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ബൈബിളില്ല. ഞാൻ ഡിവൈനി വന്ന ഒരു ബൈബിൾ മേടിച്ചത്. ഈ ബൈബിളിൽ എന്നാ വചനമാണെന്നൊന്നും എനിക്കറിയത്തില്ല ബ്രദറെ. പക്ഷേ നമ്മൾ കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയെ ഞാൻ ഇല്ലാതാക്കുന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാഴ്ചയുള്ളവർ കാഴ്ചയില്ലാത്തവരാകുകയും കാഴ്ച ഇല്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദിനമാണെന്നൊക്കെ യേശുക്രിസ്തു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമാണ്. കാരണം ഈ വചനത്തെപ്പറ്റി ഒരു കാഴ്ചയും കാഴ്ചപ്പാടും ഇല്ലാത്ത എനിക്ക്, ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വചനം ദൈവം ഇങ്ങനെ എഴുതി കാണിക്കും. ആദ്യമൊന്നും എനിക്കറിയില്ല ഇത് ബൈബിളിലെ വചനം, കാരണം നമ്മൾ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് ഞാൻ ചോദിക്കുക, എൻ്റെ ഞാൻ ഈ കാണുന്നത് എന്നത്. അപ്പോൾ അവർ പറഞ്ഞു വരാം കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. അതൊരു ഭയങ്കര ദൈവാനുഭവമായി. കാരണം ഈ വിശുദ്ധ ബൈബിളിലെ വചനം ദൈവമാണെന്നും ആ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച ക്രിസ്തു എന്നൊക്കെ ഞാൻ പിന്നെയാണ് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷേ വചനം ദൈവമായതുകൊണ്ട് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വരിക, എന്നോട് കൂടെ എമ്മാനുവൽ. ഇപ്പോൾ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുക, എമ്മാനുവലായ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്നു, വചനമായവൻ എന്നെ വചനം കാണിച്ചു തന്നു. വചനം കാണിച്ചു തരുക അല്ല ബ്രദർ ചെയ്യുന്നത്, വചനം പഠിപ്പിച്ചു തന്നു, അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തന്നു, അതെങ്ങനെ പറയണം. അതൊക്കെ എൻ്റെ പിന്നീട് ഞാനൊരു 4 മാസം കൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി.
മാനസാന്തരത്തിന് അനുഭവത്തിൽ വന്നൊരു 4 മാസം കൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ആദ്യം എന്നെ കൊണ്ടുവന്നു. അത് എനിക്ക് ഈ ഇറച്ചി മീൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വലിയ താല്പര്യമില്ലെന്നല്ല, ഞാൻ അതിനൊക്കെ ഒരു വേണ്ടെന്ന് വെച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കേൾക്കുക, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാൻ. അത് ബൈബിളിലെ വചനമാണെന്ന് എനിക്കറിയത്തില്ലേ. ഞാനിങ്ങനെ കേട്ടു, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയാം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു മറുപടി, ദൈവസ്വരം കേട്ടപ്പോഴേ, കർത്താവേ ഭക്ഷണം രുചിച്ചറിയാൻ പറ്റുന്നില്ല, പിന്നെയാണ് നിന്നെ രുചിച്ചറിയുന്നത്, തമാശകളാണ് എന്നൊക്കെ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന പോലെ പ്രാർത്ഥിക്കുക. ഞാൻ ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പച്ചൻ്റെ ടീമിലുള്ള ഒരു ശ്രീദേവി ചേച്ചി വന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ കയ്യിൽ എത്ര ഡ്രസ്സുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ സാരി ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക്. അന്ന് ഞാൻ കറുകുറ്റി മേരി ടീച്ചറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതേ. ദൈവം എന്നെ ഡിവൈനിലൊന്നുമല്ല എന്നെ നിർത്തിയ ബ്രദറെ. എനിക്ക് മാതാപിതാക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ലൊരു വീട്, ഒരമ്മ, ധാരാളം അച്ഛന്മാരൊക്കെ എനിക്ക് ദൈവം തന്നെ എന്നെ അനുഗ്രഹിച്ച വചനം പൂർത്തിയാക്കിയത്. പിണങ്ങിയൊന്നുമല്ല, അവരുടെ സന്തോഷത്തോടു കൂടെ. ബ്രദറിനറിയാവോ, ഞാൻ നേരെ പോയത് നസ്രത്ത് സിസ്റ്റേഴ്സിൻ്റെ ജനറലേറ്റിലേക്കാണ്, അങ്കമാലിയിലെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പച്ചൻ്റെ കൂടെ. അവിടെയാണ് ഞാൻ ആദ്യം ശുശ്രൂഷ ചെയ്തത്, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ. അങ്ങനെ ഒരു ദൈവം അങ്ങനെയാണ് എന്നെ ദൈവം വളർത്തിയത്. എനിക്ക് സത്യത്തിൽ വചനം പറയാനോ. പിന്നീട് നായിക്കമ്പറമ്പച്ചൻ്റെ ടീമിൽ ഒരു അംഗമായിട്ട് മാറി, വിവാഹം വരെ. വിവാഹത്തിന് ശേഷം കുഞ്ഞുണ്ടായി ഒരു 8 മാസമൊക്കെ. എനിക്ക് 91 മുതൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയിലായിട്ട് 97 എൻ്റെ കല്യാണം കഴിയുന്നത്. അത്രയും കാലം 97, 98 കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് വരെ 2 മാസം മുമ്പ് വരെ അത്രയും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ദൈവകൃപയാൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. ധാരാളം സ്ഥലങ്ങളിൽ സാക്ഷ്യവും ഒപ്പം തിരുവചനവും ഒക്കെ പറയാനായിട്ട് പറ്റി. അതൊരു വലിയ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പദവിയായിട്ടാണ് അതിനെ കാണുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ഒരു കൃപ, ഞാൻ അതാണ് കണക്കാക്കുന്നത്. ദൈവം എനിക്ക് യോഗ്യതയില്ല ബ്രദറെ അതിനൊന്നും. ദൈവം എന്നെ അതിന് യോഗ്യയാക്കി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ്. പറയുന്നില്ല, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്ന് അത് അച്ഛൻ തന്നെയായിട്ട് ആലോചിച്ചൊരു ആലോചന ബ്രദറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ആലോചിച്ചു. ഏതായാലും ദൈവകൃപയാൽ അത് നടത്തി. ദൈവം ഞങ്ങൾക്ക് സമാധാനത്തോടെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കന്യാസ്ത്രീയുടെ ലുക്കിലൊക്കെ അന്ന് നടന്നുകൊണ്ടിരുന്നായിരുന്നതേ. എനിക്ക് അങ്ങനെ ഒരു സ്വർണം ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം എന്തെല്ലാം ഒരു ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാം ഉപേക്ഷിച്ചായിരുന്നു. ചെരുപ്പ്, ആഡംബര വസ്ത്രങ്ങൾ, അതുപോലെ ആഡംബരമായ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണേലും എല്ലാ മേഖലകളിലും ഒരു പരിത്യാഗത്തിൻ്റെ കൃപയിൽ വളർത്തി എന്നെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഇന്നും ദൈവം എന്നെ അങ്ങനെ താങ്ങി നിർത്തുന്നു. അത് അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള ശുശ്രൂഷയ്ക്ക് ശേഷം, അതായത് ജോയ്ക്കുട്ടി ബ്രദറുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീടും ശുശ്രൂഷകളിലേക്ക് എങ്ങനെയാ വീണ്ടും? അല്ല, ഞങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. കല്യാണം കഴിഞ്ഞു, ബ്രേക്ക് എങ്ങനെയാണ് വരുന്നത്? കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസമായപ്പം ഞങ്ങളെ സോജിയച്ഛൻ, നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയിൽ ഒരു സോജിയച്ഛനുണ്ടെന്നോ അധ്വാനികളുടെ ധ്യാനം വെച്ചിരിക്കുക. അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ കല്യാണം ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. കല്യാണം കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം അച്ഛനോട് ശുശ്രൂഷ വെച്ചിരിക്കുക, മദ്യപാനികളുടെ. നേരെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നോണം, 4 പാർക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിനൊന്നും നടന്നേക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ 3-ാം ദിവസം കല്യാണം കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം ഞങ്ങൾ വീട്ടിൽ കൊണ്ടേ പെട്ടിയും വെച്ചേച്ച് നേരെ പോകുന്ന ചങ്ങനാശ്ശേരിയിലാണ്. ശുശ്രൂഷ ചെയ്യുന്നത് ഒരുമിച്ച്. പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ മാറി നിന്നിട്ടുള്ളൂ. അല്ലാത്തോടെ മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ശുശ്രൂഷ. അപ്പം നിങ്ങളിങ്ങനെ ഒരുമിച്ച് വചന ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഉദാഹരണത്തിന് ചേച്ചി പറഞ്ഞു ഒരു കിഡ്നി ഒരാൾക്ക് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാനും അനാഥരായിട്ടുള്ള ഒരുപാട് പേരെ സ്വഭാവനത്തിൽ സ്വീകരിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്യാനും ഒക്കെയുള്ള അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായത് എങ്ങനെയാണ്? ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ സ്വരം കേട്ടു ദൈവത്തിൽ നിന്ന്, എൻ്റെ അനാഥരായ മക്കളെ ഞാൻ നിനക്ക് തരാം, നീ നോക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്നാ പറഞ്ഞായിരുന്നു ഞാൻ ചെയ്യും, അങ്ങ് പറയുന്നത് ചെയ്യാനാണ് എൻ്റെ ജീവിതം, ഞാൻ നിൻ്റെ ദാസിയാണ്, ദാസിനോട് പറഞ്ഞാൽ മതിയല്ലോ, ചെയ്യുമല്ലോ. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ബഹുമാനപ്പെട്ട തടത്തിലച്ഛനായിട്ടും അങ്ങനെ ഞങ്ങളുടെ അന്ന് ചെറിയവള്ളിയച്ഛൻ അച്ഛനാണെങ്കിലും എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് വഴിയൊരുക്കുകയും ദൈവകൃപയാൽ
ഓരോരുത്തരെ കാണുമ്പം തന്നെ അതിന് അവരെ ശുശ്രൂഷിക്കാനും അവരെ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുമുള്ള ഒരവസരവും സാഹചര്യമൊക്കെ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഒരു ദൈവ പരിപാലനം ഉണ്ടായിരുന്നു. അത് ആര് വന്നാലും അവരെ അതുപോലെ തന്നെ നോക്കാനെടുക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതൊരു വലിയ സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്നത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക മരിക്കുകയാണല്ലോ. അപ്പോൾ അതൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ അതൊരു വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. എന്നോടും ഞാൻ കിഡ്നിയൊക്കെ കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം എത്തിക്സ് കമ്മിറ്റിയിൽ നിന്ന് എന്നോട് ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു, നിങ്ങളുടെ മകളൊന്നും അല്ലല്ലോ ഇത്, പിന്നെ എന്തിനാണ് നിങ്ങൾ കിഡ്നി കൊടുക്കുന്നത്? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ആ കൊച്ചെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൊച്ചല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മകളാണ്. എൻ്റെ മകൾക്കൊരു രോഗം വന്നാൽ ഞാൻ ആരോടും അനുവാദം ചോദിക്കില്ല കിഡ്നി കൊടുക്കാനായിട്ട്. അതുപോലെ ആ കുഞ്ഞിനും കിഡ്നി കൊടുക്കേണ്ടത് ചോദിക്കേണ്ട കാര്യമില്ല. യേശു എന്നെ പഠിപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് അത് കാണിക്കുന്നതേ ഉള്ളൂ. അതൊരു വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിത് ക്രിസ്തുവിന്റെ സ്നേഹത്തല്ലേ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി മരിക്കാൻ നടക്കുന്ന നമുക്കൊരു കിഡ്നിയാണോ പ്രശ്നം? അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല. പത്രത്തിലൊന്നും വാർത്ത യാതൊന്നിനും ഞങ്ങൾ പോയില്ല. ഒരു പൈസ മേടിച്ചുമില്ല, യാതൊന്നിനും പോയുമില്ല. ഞങ്ങൾ അങ്ങനെ അതേപോലെ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചത്. എത്ര പേര് ഏകദേശം ഈ സ്വന്തം ഭവനത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ പ്രസവം എടുത്ത് പിന്നീട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ? ഒരു 50-59 പിള്ളേർ പല സാഹചര്യങ്ങളിലായിട്ട് വരാനായിട്ട് ഇടയായി. അതൊക്കെ സത്യത്തിൽ അതൊക്കെ ഒരു സാധാരണഗതിയിൽ ആരും അതിന് മുതിരാത്തൊരു കാര്യം. കാരണം സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങളിത് ചെയ്തു എന്ന് പറയുമ്പോഴേ, സത്യം പറഞ്ഞ ബ്രദറെ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം. ഒന്നും അല്ലാത്തവരായ ഞങ്ങൾക്ക് ദൈവം, ഞങ്ങളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീടില്ലായിരുന്നല്ലോ ഞങ്ങൾക്ക്. ദൈവമേ ഞങ്ങൾക്കൊരു വീട് തന്നാൽ അത് വീടില്ലാത്തവരുടെ വീടായിരിക്കുമെന്ന്. അതൊക്കെ ദൈവം അങ്ങ് പ്രാവർത്തികമാക്കി. വീട് തന്നു ദൈവം, വീടില്ലാത്തവർക്ക് വീടാക്കാൻ പറ്റി. സ്ഥലമൊക്കെ മേടിച്ച് മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇടയായി. ഇതൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ബ്രദറെ, ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത് നമ്മൾ ചെയ്യാൻ കർത്താവ് ഇപ്പം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് മരിക്കാൻ പോയ ഞാനാ. അപ്പോൾ ഈ കിഡ്നി എൻ്റേതാണോ കർത്താവിൻ്റെതാണോ? അത് കർത്താവിൻ്റെതാ. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ, ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിച്ച് മുന്നേറുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അസ്വാരസ്യം നിങ്ങൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശുശ്രൂഷയുടെ മേഖലയിൽ ഞങ്ങൾക്ക് ഈഗോ ക്ലാഷ് വരേണ്ട കാര്യമില്ല. ദൈവകൃപയെ ഞാനും നല്ല രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നു, അദ്ദേഹവും നല്ല രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുമർമ്മച്ചൻ്റെ കൂട്ടത്തിലാണെങ്കിലും മാത്യു എലവിങ്കലച്ചൻ്റെ കൂട്ടത്തിലാണ്. മാത്യു എലവിങ്കലച്ചൻ എന്നെ ഒത്തിരി വളർത്തിയ ആളാണ്. ശുശ്രൂഷയിൽ പ്രസംഗത്തിലൊക്കെ എന്നെ ഒത്തിരി വളർത്തിയിരിക്കുന്ന അച്ഛനാണ്. കാരണം പോട്ടയിലൊക്കെ വലിയ ജനം കൂടുന്ന കാലഘട്ടത്തിലേ ഒന്നും അറിയാത്ത എന്നെ പ്രാർത്ഥിച്ച് എന്നെയൊക്കെ സ്റ്റേജിലോട്ട് വിടുമ്പോൾ ജനം എത്രയാണെന്നറിയാം, മുന്നിൽ 10,000-50,000 പേരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ അച്ഛനോട് ഞാൻ പറയാം, അച്ഛൻ എനിക്കറിയാൻ പാടില്ല, നിനക്കറിയത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പരിശുദ്ധാത്മാവിനും അറിയാം. അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ രണ്ടും ശുശ്രൂഷകരായതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു വാക്കിലാണ് വരിക. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ ആൾ അയ്യോ ഞാനത് എന്നോടിപ്പോൾ പറയാൻ വേണ്ടി ഇരിക്കുമായിരിക്കുന്നു. ഒന്നായിട്ട് ദൈവം ഇതുവരെ പരിപാലിച്ചു. ഒരു മകളാണുള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞ അവർക്ക് ഒരു കൊച്ചുണ്ട്. അവളിപ്പോൾ ഡിംസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ, ഇത്രത്തോളം ദൈവം നിങ്ങളെ നടത്തി. ദൈവത്തിൻ്റെ ആനന്ദമായ ആ കരുണയും കൃപയും പരിപാലനയൊക്കെ എത്ര അതിശയകരമായിരിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും സാക്ഷ്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് ജോയ്കുട്ടി ബ്രദറും നന്ദി ചേച്ചിയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ശുശ്രൂഷയോടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് അതിന് വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി ചേച്ചിയുടെ ഈ സാക്ഷ്യം അനേകർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാനൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ദൂതായിട്ട് മാറുകയാണ് ഈ ശുശ്രൂഷ. നിങ്ങളാരും നിരാശപ്പെട്ട് ഒരു സാഹസം കാണിക്കാൻ ഇടവരരുത്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ എല്ലാവരെയും അവിടുന്ന് സൂക്ഷിക്കട്ടെ. പ്രാർത്ഥനയിലായിരിക്കാം. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.